പ്രവാസികൾ അങ്ങനെയാണ്. നാടിന്റെ ഉള്ളൊന്നു പിടഞ്ഞാൽ അവരുടെ കണ്ണു നിറയും. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഇരകളായവരെ സഹായിക്കാൻ ഗൾഫ് മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പലതാണ്. ബഹ്റൈനിലെ ഒരു റെസ്റ്റോറന്റിൽ നിന്നുള്ള കാഴ്ച കാണാം. ഇത് ബഹ്റൈനിലെ കുടുക്കാച്ചി റെസ്റ്റോറന്റ്. ഈ ദിവസം ഭക്ഷണം കഴിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളവർ ഒരു ബിരിയാണി ചാലഞ്ചിന്റെ ഭാഗമായി വന്നവരാണ്. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ സഹായിക്കാനുള്ള ചെറിയൊരു ശ്രമം. ദുരിതമനുഭവിക്കുന്ന കൂടപ്പിറപ്പുകളെ കടൽ ദൂരങ്ങൾക്കിപ്പുറത്തു നിന്ന് തങ്ങളാൽ ആവും വിധം സഹായിക്കാനുള്ള ഒരു റെസ്റ്റോറന്റിന്റെ പരിശ്രമം. ഒരു ദിവസത്തെ ബിരിയാണി വിൽപ്പനയുടെ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായിരുന്നു മാനേജ്മെന്റിന്റെ തീരുമാനം. അത് കേട്ടറിഞ്ഞ് നിരവധി പ്രവാസികൾ ഈ സതുദ്യമത്തോട് സഹകരിക്കാനായി ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും ഈ റെസ്റ്റോറന്റിലേക്ക് എത്തിച്ചേർന്നു. നല്ലൊരു പരിപാടിയാണ്. നമ്മൾ ഇസ ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ലൊരു പരിപാടിയാണ്. ബിരിയാണി ചാലഞ്ചിനെ പറ്റി അറിഞ്ഞിട്ട് നമ്മൾ ജുഫേറിലാണ് താമസമൊക്കെ. ഭക്ഷണം ബിരിയാണി കഴിക്കാനായിട്ട് വന്ന ഈ ചാലഞ്ചിൽ പങ്കെടുക്കാം, വയനാടിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഇതുകൊണ്ട് ഇവിടെ വന്ന് നമ്മൾ ഭക്ഷണത്തിന് കഴിക്കാതിരിക്കുന്നത്. ഇത്രയും നല്ല പരിപാടികൾ ഇവിടെ ബഹ്റൈനിൽ സംഘടിപ്പിച്ചവർ വളരെ സന്തോഷിക്കുന്നു. നല്ല ഒരു ചലഞ്ചായിരുന്നു. ഇതുപോലുള്ള പരിപാടികൾ എല്ലാവരും ആവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1.25 ലക്ഷത്തോളം രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത്. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ മാനേജ്മെന്റിന് നിറഞ്ഞ സംതൃപ്തി. നമ്മളിപ്പോൾ കാണുന്നുണ്ട് എല്ലാ നാട്ടിലെ അവസ്ഥകൾ. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു സങ്കടം തോന്നി. അപ്പോൾ നമ്മളിപ്പോൾ 4 പാർട്ട്ണർമാരുണ്ട്. ഒരാൾ നാട്ടിലാണ്. ആ കിട്ടുന്ന നമ്മൾ എത്ര ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു മുതൽ മുടക്ക് പോലും നമ്മൾ എടുക്കാത്ത ആ ഫണ്ട് മൊത്തം നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. തങ്ങളാൽ ആവും വിധം ദുരിതബാധിതർക്ക് കൈത്താങ്ങ് നൽകാൻ സാധിച്ചതിൽ ഈ ഉദ്യമത്തിന്റെ ഭാഗമായ പ്രവാസികൾക്കും ആത്മസായോജ്യം. ഞാനൊരു കർണാടകക്കാരനാണ്. ഈ പരിപാടി വളരെ സന്തോഷമായി. നമ്മൾ ഒരുപാട് ഇതിനെ ഷെയർ ചെയ്തിട്ട് കുറേ ആൾക്കാരൊക്കെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെ കഴിയുന്ന പരമാവധി ഇവിടെയൊക്കെ അവർക്ക് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങ് നൽകാൻ ഇങ്ങനെ പല വഴികളിലൂടെ പരിശ്രമിക്കുകയാണ് പ്രവാസികൾ. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.